ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ബറോസിൻ്റെ ആദ്യ പ്രദർശനം തുടങ്ങി ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള ചോദ്യം വരികയാണ്. സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായി എടുത്തു പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, അതിൻ്റെ വിഷ്വലൈസേഷൻ തന്നെയാണ്, ഗ്രാഫിക്സ് ആണ് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് 3Dയിൽ കൊടൂരമായിട്ട് തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഒരു ഗംഭീര 3D സിനിമ വരുമ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു 3D എഫക്റ്റ് തന്നെയാണ്. ഗ്രാഫിക്സ് ഒക്കെ അതിമനോഹരം എന്ന് തന്നെ പറയാം. നമ്മൾ നേരത്തെ കേട്ട പോലെ തന്നെയാണ് സിനിമയുടെ കാര്യങ്ങൾ, വേറെ ഒന്നുമല്ല. പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ആദ്യ പകുതി കുട്ടികളും അല്ലെങ്കിൽ ആരാധകരും എല്ലാം ആകാംക്ഷയോടെ കാണുമ്പോൾ അതൊരു മനോഹര ദൃശ്യമായിട്ട് തന്നെ വേറൊരു ലോകത്തേക്ക് പോയ രീതിയിലുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റി എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ്. സിനിമയുടെ സൗണ്ട് ഗംഭീരമാണ്. വിഷ്വലിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി പറയേണ്ടത് സന്തോഷിൻ്റെ ക്യാമറ വർക്കുകൾ തന്നെയാണ്. പിന്നെ ഗ്രാഫിക്സ് വീണ്ടും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും മടുക്കില്ല എന്നുള്ള ലെവലിൽ തന്നെ പറയാം. ബോറിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, ലാഗോ ഒന്നുമില്ല. പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്നുള്ളത്, ഇവിടെ ചോരക്കളി നടക്കുന്ന സ്ഥലത്ത് വളരെ സമാധാനപൂർണ്ണമായ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ, ഒപ്പം ഫാമിലി അടക്കം കാണാൻ കഴിയുന്ന നല്ല ഒരു രസകരമായ സിനിമ എന്ന് പറഞ്ഞ ഒരു ഫാൻറ്റസി മൂവി ആയിട്ട് തന്നെയാണ് പോകുന്നത്. എടുത്തു പറയേണ്ട, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മായ എന്നൊന്നും തോന്നുന്ന പേര്, ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. അതായത് ഇൻ്റർനാഷണൽ താരങ്ങളാണ് ഉള്ളത് എന്നുള്ളതിന് ഉള്ള മികവ് തന്നെ അതിനകത്തിൽ കാണാൻ കഴിയുന്നു. ഒരു മലയാളി ആക്ടർ, അതിനൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ബാക്കിയുള്ള ആക്ടേഴ്സ്, പല ഭാഷകളിലുള്ള ആക്ടേഴ്സ് വരുമ്പോൾ ഇവരുടെയൊക്കെ കെമിസ്ട്രി ഗംഭീരമായിട്ട് വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. എടുത്തു പറയേണ്ട കാര്യം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ തന്നെയാണ്. നമ്മൾ 3D സിനിമയാണ്, ഭൂതവും ഒരു കുഞ്ഞിൻ്റെയും കഥയാണ്, പിന്നീടുള്ള ഒരു ഫാൻറ്റസി വേൾഡിലേക്കാണ്. അതിൽ ഏറ്റവും രസകരമായിട്ട് വീണ്ടും എടുത്തു പറയുന്നു 3Dയും വിഷ്വലും അതേപോലെ തന്നെ ഗ്രാഫിക്സ് വർക്കുകളുമാണ്. നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്ന ഒരു എഫക്റ്റ് തന്നെയാണ്. തീർച്ചയായും അതിഗംഭീരമായിട്ട് കുട്ടികളുടെ ഒരു കടന്നുകയറ്റം ഈ സിനിമയിലേക്ക് ഉണ്ടാകും. ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഫാമിലിയോടെ ഈ സിനിമ നിറഞ്ഞു കവിയും എന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളതാണ്. ആദ്യ ഹാഫിൽ മികച്ച രീതിയിൽ തന്നെ പോകുന്നു, നല്ല രസകരമായി പോകുന്നു എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. കാത്തിരിക്കാം. സെക്കൻഡ് ഹാഫിന് വേണ്ടി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ലാൽ സലാം.